തിരുവൈരാണിക്കുളത്തേക്കാണ്. തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ പാർവതിദേവിയുടെ നടത്തുറപ്പുത്സവത്തോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര ആരംഭിച്ചിട്ടുണ്ട്. വർഷത്തിൽ 12 ദിവസം മാത്രം ദേവിയുടെ നട തുറക്കുന്ന സവിശേഷ ചടങ്ങാണിത്. അകവൂർ മനയിലെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്ര ആരംഭിച്ചു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങൾ മിഥുൻ അയ്യപ്പനുണ്ട്. മിഥുൻ അയ്യപ്പൻ, ഏറെ ഭക്തിസാന്ദ്രമായൊരു ഘോഷയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. വർഷത്തിൽ 12 ദിവസം മാത്രം നട തുറക്കുന്ന സവിശേഷ ചടങ്ങ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായിട്ടും അതിവിശേഷമായിട്ടുള്ള ഒരു ചടങ്ങ് തന്നെയാണ് ഇത്. വർഷത്തിൽ 12 ദിവസം മാത്രം നട തുറന്നുകൊണ്ട് ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന പാർവതി ദേവിയുള്ള ക്ഷേത്രം, ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന അത്തരത്തിൽ വലിയ രീതിയിൽ ഐതിഹ്യ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം ക്ഷേത്രം എന്ന് പറയുന്നത്. അവിടുത്തെ പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുന്നോടിയായുള്ള ഘോഷയാത്രയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദക്ഷിണ കാശി എന്നാണ് ഈ ക്ഷേത്രം, തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം അറിയപ്പെടുന്നത്. വിശ്വപ്രസിദ്ധമായിട്ടുള്ളൊരു ക്ഷേത്രം കൂടി തന്നെയാണിത്. ഇന്നു മുതൽ 12 ദിവസമാണ് ദേവി ഭക്തർക്ക് നട തുറന്ന് ദർശനം നൽകുന്നത്. ഇതിൻ്റെ ഘോഷയാത്ര, അതിൻ്റെ തിരുവാഭരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ ഘോഷയാത്ര ഇപ്പോൾ ഘോഷയാത്രയുടെ ഭാഗമായി തിരുവാഭരണങ്ങൾ രഥത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇവിടെ നിന്ന് ഈ പ്രത്യേക രഥത്തിലാണ് തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കുന്നത്. അകവൂർ മനയിൽ നിന്നുള്ള തിരുവാഭരണ ഘോഷയാത്രയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിലെ പ്രത്യേക പൂജകൾക്ക് ശേഷം കാരണവരാണ് തിരുവാഭരണങ്ങൾ ക്ഷേത്ര ഭാരവാഹികൾക്ക് കൈമാറിയത്. പിന്നീട് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഈ രഥത്തിൽ തിരുവാഭരണങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്ന ചടങ്ങാണ്. ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയത് മുതൽ തന്നെ ഭക്തജനങ്ങൾ വന്ന് ഈ രഥത്തിനു മുമ്പിൽ ദേവിയുടെ അപൂർവമായിട്ടുള്ള, വർഷത്തിൽ വെറും 12 ദിവസം മാത്രം ദർശനത്തിന് സാഹചര്യം ലഭിക്കുന്ന ആ ഒരു അപൂർവ 12 നിമിഷങ്ങൾ, ഏറ്റവും അനുഗ്രഹീതമായ ആ 12 ദിവസങ്ങളിൽ മാത്രം ദേവിയുടെ ദർശനം ലഭിക്കുന്ന ഈ തിരുവാഭരണങ്ങൾ കാണുക എന്നുള്ളത് ഏറെ പുണ്യമായി തന്നെയാണ് ഭക്തജനങ്ങൾ കാണുന്നത്. ഏറെ അനുഗ്രഹീതമായ നിമിഷങ്ങളാണ് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഐതിഹ്യ പെരുമയുള്ള ഒരു ക്ഷേത്രം, ആ ഐതിഹ്യ പ്രാധാന്യമുള്ള ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ പറയിപ്പറ്റ പന്തിരുകുലവുമായും അതുപോലെ തന്നെ അകവൂർ മനയുമായി ബന്ധപ്പെട്ട ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിൽ ഒരേ ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി മഹാദേവനും പടിഞ്ഞാറോട്ട് ദർശനമായി പാർവതി ദേവിയും കുടികൊള്ളുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അതിൽ മഹാദേവൻ എല്ലാ ദിവസവും സാധാരണ ക്ഷേത്രങ്ങളിൽ പോലെ ദർശനം നൽകുകയും പാർവതി ദേവി വർഷത്തിൽ 12 ദിവസം മാത്രം ഇങ്ങനെ ദർശനം നൽകുകയും ചെയ്യുന്ന അപൂർവതയാണ് ഇവിടെയുള്ളത്. ദാമ്പത്യ സൗഖ്യത്തിനും അതുപോലെ തന്നെ മംഗല്യ ഭാഗ്യത്തിനുമായാണ് ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ ഇങ്ങോട്ട് ഒഴുകിയെത്താറ്. ഈ 12 ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഇവരോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടിയിരിക്കുന്നു. നമസ്കാരം, ജനം ടി വി എന്നാണ്. ഈ ഘോഷയാത്ര ആരംഭിച്ചു കഴിഞ്ഞല്ലോ, എങ്ങനെയാണ് ഇതിൻ്റെ സജ്ജീകരണങ്ങളൊക്കെ? സജ്ജീകരണം ഘോഷയാത്ര വെച്ച് നമ്മൾ 8 മണിയോടുകൂടി അമ്പലത്തിൽ കയറും. അതിനു മുമ്പ് ഈ ജംഗ്ഷനിലും ആ ജംഗ്ഷനിൽ എത്തിയതിനു ശേഷം 8 മണിക്ക് നടയ്ക്ക് തുറന്ന് 8 മണിക്ക് തന്നെ കൃത്യം നട തുറക്കണമെന്നാണ്. ചേട്ടാ, ഇതിന്റെ ഐതിഹ്യവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിനെക്കുറിച്ച് പറയൂ. നമസ്കാരം, ജനം ടി വി എന്നാണ്. തത്സമയമാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ചും ഈ ഘോഷയാത്രയെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഐതിഹ്യനെ പറ്റിയോ? എനിക്ക് ഈ ചെവി ഇത്തിരി പക്കിയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നിരവധി ആളുകൾ ക്ഷേത്രത്തിൻ്റെ ഈ ആഘോഷങ്ങളുടെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുന്നു. നിരവധി ഭക്തരാണ് ഇപ്പോൾ ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമ്മ, എങ്ങനെയാണ് ഈ ഒരു 12 ദിവസം മാത്രം ദേവിയെ കാണാൻ കഴിയുന്നു? എങ്ങനെയാണ് ഇത് കാണുന്നത്? ഞാനിവിടെ അല്ല, പെരുമ്പാവൂരാണ് വീട്. പക്ഷെ ഇവിടെ തൊട്ടടുത്ത സ്കൂളിൽ അധ്യാപകനായിരുന്നു എൻ്റെ അച്ഛൻ. റിട്ടയർഡ് ആയതാണ്. അന്ന് മുതലേ ഉള്ളതാണ്. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഇതിന് മുമ്പോട്ട് പോകുന്നു. 12 ദിവസം മാത്രം ഭഗവതിയെ കാണാൻ കഴിയുന്നു എന്നുള്ളത് അതൊരു സവിശേഷത. 12 ദിവസത്തിൽ മാത്രം ദേവിയെ കാണാൻ സാധിക്കുന്നു എന്നുള്ളത്. അതെ, ലൈവാണ് സ്ഥലത്ത്. അങ്ങനെ ഒരു നാട്ടുമ്പുറമാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള വലിയ ആഘോഷങ്ങളൊക്കെ.
നമസ്കാരം ചേട്ടാ. നമുക്കറിയാം തിരുവൈരാണിക്കുളം ക്ഷേത്രത്തെ സംബന്ധിച്ച് വളരെ അപൂർവതകളും വളരെ സവിശേഷതകളുള്ള ക്ഷേത്രമാണ്. എന്താണ് ഈ ക്ഷേത്രത്തെക്കുറിച്ചും ഈ ചടങ്ങിനെ കുറിച്ചും ഒന്ന് പറയുന്നത്? വർഷങ്ങളായിട്ട് സഹസ്രാബ്ദങ്ങളായിട്ട് ഉണ്ടായ ഒരു മഹത്തായ ചടങ്ങാണ് ഇത് നടക്കുന്നത്. എൻ്റെ പേര് ഭാഗവതശ്രീ കേശവദാസ് എന്നാണ്. സപ്താഹം ചെയ്തുകൊണ്ടിരിക്കണു. ശിവപുരാണം ഇതെല്ലാം ചെയ്യാറുണ്ട്. ഈ കേരളം മുഴുവനും ഭാരതത്തിൽ മുഴുവൻ ചെയ്യുമ്പോൾ ഈ അമ്പലത്തെ പറ്റിയൊക്കെ ഇതിൻ്റെ വിശേഷങ്ങളും ഒക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള അതുമാത്രമല്ല, അഘോരി ചാത്തൻ എന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധിയാണ്. ഇന്നും ഈ പെരിയാറിൽ ഏതാണ്ട് 12 അടി ഈ നീളത്തിൽ ഈ വഞ്ചി കമിഴ്ന്ന് കിടക്കുന്നത് നമുക്ക് വേനൽക്കാലത്ത് ഞങ്ങൾ അതിൽ പോയി നിന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ചരിത്രമുറങ്ങുന്ന മഹത്തായ ഒരു ഗ്രാമമാണ് ഇവിടെ. ഭക്തിയുടെയും ജനങ്ങളാണെങ്കിൽ വളരെ സ്നേഹത്തോടും ജാതി മത വർണ്ണവ്യത്യാസമില്ലാത്ത ഒരേ മനുഷ്യരെ പോലെ ജീവിക്കുന്ന ഒരു ഗ്രാമം കൂടിയാണ്. അപ്പോൾ നമ്മളിത് എല്ലാം ഭാരതത്തിൽ മുഴുവൻ ഇത് നടപ്പിലാക്കേണ്ടതും കൂടിയാണ്. ഈ ക്ഷേത്രത്തിലെ 12 ദിവസം മാത്രം ദേവി ഭക്തർക്ക് വേണ്ടി നട തുറക്കുന്നു. 12 ദിവസത്തിൽ മാത്രം ദർശനത്തിനുള്ള സൗകര്യം ലഭിക്കുന്നു. എങ്ങനെയാണ് ഭക്തജനങ്ങളൊക്കെ എങ്ങനെയാണ് ഈ 12 ദിവസങ്ങളെ കാണുന്നത്? അതായത് ഒരു ശ്രീകോവിലിൻ്റെ അകത്ത് കിഴക്ക് ഭാഗത്തേക്ക് മഹാദേവനും പടിഞ്ഞാറ് ഭാഗത്തേക്ക് പാർവതി ദേവിയും തിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാ ദിവസവും ശിവന് പൂജ കഴിഞ്ഞിട്ട് പാർവതി ദേവിക്ക് അകത്ത് പൂജ നടക്കുന്നുണ്ട്. പക്ഷേ നട തുറക്കാറില്ല. അപ്പോൾ ഈ 12 ദിവസം വ്രതാനുഷ്ഠാനത്തോടു കൂടി ആ ഇഷ്ടമംഗല്യ സൗഭാഗ്യത്തിനും ദീർഘമംഗല്യത്തിനും വേണ്ടിയിട്ട് ഈ ഭാരതത്തിലുള്ള മുഴുവൻ ജനങ്ങൾ ഇവിടെ വരികയും പട്ടും താലിയും ഏറ്റവും പ്രധാനമായിട്ട് വയ്ക്കുകയും ഭജനമിരിക്കുകയും ചെയ്യുമ്പോൾ 1-2 വർഷത്തിനുള്ളിൽ തന്നെ അതിൻ്റേതായ ഫലം അനുഭവം കൊണ്ട് കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഓരോ വർഷം ചെല്ലും തോറും ഈ തിരക്ക് കൂടി വരുന്നത്. അതുമാത്രമല്ല, വളരെ പാവങ്ങളായിട്ടുള്ള 12 പെൺകുട്ടികൾക്ക് ഓരോ വർഷവും സ്വർണവും എല്ലാം കൊടുത്ത് ഏതാണ്ട് 5 ലക്ഷം രൂപയോളം ഒരു വ്യക്തിക്ക് കൊടുത്തുകൊണ്ട് വിവാഹം ചെയ്തു കൊടുക്കുന്ന മഹത്തായ ഒരു സേവന മാർഗം കൂടി ഇവിടുത്തെ മഹത്തായ കമ്മിറ്റികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതുതന്നെയാണ് ഓരോ ക്ഷേത്രവും എന്ന് പറയുന്ന ഒരു നാടിൻ്റെ ഏറ്റവും കേന്ദ്രമാണ്, അഭയമാണ്, അനുഗ്രഹം നൽകുന്ന ഇടമാണ്. അത്തരത്തിൽ ആധ്യാത്മികമായും മറ്റ് സേവന തൽപരമായും ഈ ക്ഷേത്രം തിരുവൈരാണിക്കുളം ക്ഷേത്രവും ബന്ധപ്പെട്ട അധികൃതരും പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഇപ്പോൾ ഇതാ നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ് തിരുവൈരാണിക്കുളം ഗ്രാമം. അവിടെ നമുക്കറിയാം ഈ ഗ്രാമം തന്നെ പേര് കേൾക്കുന്നത് അല്ലെങ്കിൽ പുകൾപ്പെട്ടത് ഈ ഒരു തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ആ മഹാദേവ ക്ഷേത്രത്തിലെ ഘോഷയാത്രയാണ്. അതായത് പാർവതി ദേവിയുടെ തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ അടുത്തു തന്നെയാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രമുള്ളത്. അവിടേക്ക് അകവൂർ മനയിലെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഈ തിരുവാഭരണ ഘോഷയാത്ര അവിടേക്ക് സമാപിക്കും. അതിനുശേഷം രാത്രി 10 മണിയോടെ നട തുറന്നതിന് ശേഷം രാത്രി 10 മണിക്ക് നട അടയ്ക്കുകയും പിന്നീട് നടക്കൽ തിരുവാതിരക്കുളിയും അങ്ങനെ മറ്റ് വലിയ രീതിയിലുള്ള ആഘോഷ ചടങ്ങുകളും എല്ലാമാണ് ഉള്ളത്. വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. ഭക്തജനങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഭഗവതിയുടെ തിരുവാഭരണം കണ്ട് അനുഗ്രഹീതരാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു 12 ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ഭഗവതിയുടെ ദർശനം സാധ്യമാക്കുക എന്നുള്ളതാണ്. നേരത്തെ ആ ഭാഗവതാചാര്യം പറഞ്ഞതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള സവിശേഷതകളാൽ വൈവിധ്യങ്ങളാൽ തന്നെ സമ്പന്നമാണ് നമ്മുടെ സംസ്കാരവും മറ്റുമെല്ലാം. അത്തരത്തിൽ അതിൽ വൈവിധ്യമായ മറ്റൊന്നുകൂടിയാണ് ഇപ്പോൾ ഈ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ഈ നടതുറപ്പ്, പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം എന്ന് പറയുന്നത്. നിർഭരമായ ഒരു ഘോഷയാത്ര തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ പാർവതി ദേവിയുടെ നടതുറപ്പ് ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഘോഷയാത്രയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.